ഇപ്പോൾ ജിതിൻ നമുക്കൊപ്പം ചേരുന്നു. ജിതിൻ നമസ്കാരം. ജിതിൻ ഇപ്പോൾ ലൊക്കേഷനിൽ നിന്ന് മടങ്ങിയോ? ലൊക്കേഷനിൽ ഇപ്പോൾ ആരും തന്നെ ഇല്ല. നാളെ രാവിലെ വീണ്ടും രക്ഷാപ്രവർത്തനം തുടരും. നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഒരു ഘട്ടം വരെയും, പക്ഷേ ഒന്നും ഇതുവരെ സാധ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ജിതിൻ ഇപ്പോൾ തോന്നുന്നത്? നാളെ നമുക്ക് കണ്ടെത്താനാകുമോ? നാളെ കണ്ടെത്താൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെയാണ് ഇപ്പം ഇവിടെ നിന്ന് ഉദ്യോഗതലത്തിലെല്ലാം ഉദ്യോഗസ്ഥന്മാരെല്ലാം അവർ പറയുന്നത്. ഈ നാളെയെങ്കിലും ഹോപ്പ്ഫുള്ളി നമുക്കത് എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇവരെല്ലാം. ഇപ്പം SP സാറായിട്ടാണെങ്കിലും കളക്ടറൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നാളെയും കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജികളെല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്നെല്ലാം പറഞ്ഞു. ഏത് തരത്തിലാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഇപ്പം നാളെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് പ്രധാനമായിട്ടും നടക്കുക. ഞാനിപ്പോൾ ഇന്ദ്രപാലുമായിട്ട് സംസാരിച്ചു. നാളെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് റിട്ടയർഡ് മേജർ ഇന്ദ്രപാലനാണ്. അദ്ദേഹം നാളെ ഉപയോഗിക്കുന്ന മെഷീൻ ഡ്രോൺ ബേസ്ഡ് ആയിരിക്കുന്ന മെഷീനാണ്. 2.5 കിലോമീറ്ററോളം ദൂരത്തിൽ പറക്കാൻ കഴിയുന്ന 30 മീറ്ററോളം ആഴത്തിൽ നമുക്ക് സിഗ്നലുകൾ തരുന്ന ഒരു മെഷീനാണ് നാളെ ഉപയോഗിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഇമേജ് കിട്ടും. പക്ഷേ നാളെ മെഷീൻ എത്തുന്നത് 9 മണിയോട് കൂടിയേ റെയിൽവേ സ്റ്റേഷനിലെത്തൂ. ഏകദേശം 10-11 മണിയാവും ആ മെഷീൻ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ. അപ്പോൾ ഒരു 12 മണിയോട് കൂടി നമുക്ക് അതിനകത്തൊരു ക്ലാരിറ്റി വരും. ഡ്രോൺ ബേസ്ഡ് സിസ്റ്റം ആയിരിക്കും, ഒരു ഡിറ്റക്ഷൻ സിസ്റ്റം ആയിരിക്കും നാളെ ഉപയോഗിക്കുക. പക്ഷേ അതേസമയം നാളെ ഈ നമ്മുടെ എക്സ്കവേറ്ററും കൂടി വീണ്ടും കുറച്ചുകൂടി മണ്ണ് ഭാഗത്തു നിന്ന് മാറ്റും. ലോറിയുടെ ചില ഭാഗങ്ങളിലേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ലോറി ആണെങ്കിൽ അതാണിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. നമ്മൾ SP-യുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ലോറിയുടെ പൊസിഷൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നാളെ നമ്മൾ ഒരു തീരുമാനത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? എനിക്കത് ഇന്നത്തെ വൈകുന്നേരത്തെ വലിയ കാലാവസ്ഥയും ബുദ്ധിമുട്ടിലാക്കിയെന്ന് തോന്നുന്നു രക്ഷാപ്രവർത്തനം. ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയും കാറ്റുമായിരുന്നു. അപ്പം നദിയിൽ അതിനനുസരിച്ച് ഒഴുക്കും വന്നു. നമുക്ക് അനുകൂലമല്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. ഈ അഭിജിത്തും കൂടെ ഉണ്ടോ ജിതിനൊപ്പം? അഭിജിത്ത് ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അയാളുടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറയാം. നമുക്കറിയാം നാളത്തോടുകൂടി നമുക്ക് അതിനകത്തൊരു തീരുമാനമാവും ജിതിൻ. എന്തായാലും നാളെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം. ഇന്നിപ്പം പോയി ഒന്ന് വിശ്രമിക്കൂ. കുറേ രാവിലെ മുതൽ തന്നെ ജിതിൻ അവിടെ ഉണ്ടല്ലോ. ഈ തണുപ്പെല്ലാം ഏറ്റ ആ ഭാഗത്ത് തന്നെയുണ്ട്. എന്ന് പോയി വിശ്രമിക്കൂ. നാളെ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക. സാധ്യതയുണ്ട് നാളെ ഉച്ചയോടുകൂടി നമുക്ക് അതിനൊരു ഉത്തരം കിട്ടും ജിതിൻ. അങ്ങനെ നമുക്ക് പ്രതീക്ഷിച്ച് പോകാം. താങ്ക് യു ജിതിൻ. ഓക്കെ.